എപ്പിസോഡ് 29 അനുമോളുടെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ അനുമോൾ എയറിൽ ഇങ്ങനെ തത്തിക്കളിച്ച് പാറി പറന്നുകൊണ്ട് നടക്കുകയാണ്. അനുമോൾ വളരെ മോശമായ രീതിയിൽ ആര്യനെ കുറിച്ചും ജിസേലിനെ കുറിച്ചും അവര് രാത്രി സമയത്ത് ഒരേ കട്ടിലിൽ കിടന്ന് പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാണ്. പുതപ്പിനടിയിൽ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനുമോള് ബിഗ് ബോസിൽ വളരെ മോശപ്പെട്ട ഒരു ഗെയിം എന്നല്ല, മോശപ്പെട്ട കുറെ കാര്യങ്ങൾ ഛർദ്ദിച്ചു കൂട്ടിയത്. അനുമോള് ഈ ഒരു പ്രസ്താവന അവിടെ ഉന്നയിക്കുന്ന സമയത്ത് നെവിനാണ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു വട്ടവേഷ സമ്മേളനം അവിടെ ഒരുക്കിയത്. അത് നെവിന്റെ വളരെ വൃത്തികെട്ട ഒരു പ്രവൃത്തിയായിരുന്നു. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് പറഞ്ഞത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന ഉളുപ്പില്ലാത്ത ജിഷിനാണ്. ഇനി അത് ഒട്ടുമേ ഉളുപ്പില്ലാത്ത രീതിയിൽ, നാണം കെട്ട രീതിയിൽ, നാറിയ രീതിയിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന മസ്താനിയും പിന്നെ ബിഗ് ബോസിന്റെ 916 കുലസ്ത്രീ, അല്ലെങ്കിൽ ഇപ്പൊ പുതിയൊരു പേര് വന്നിട്ടുണ്ട്, കമ്പിമോൾ എന്നൊക്കെ പറഞ്ഞൊരു പേര് വന്നിട്ടുണ്ട്, അനുമോളാണെന്ന് കാണിച്ചത്. പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇനി ഈ വിഷയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, എങ്ങനെ ഇതിലേക്ക് എത്തി, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം അവിടെ ആയി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വിഷം, ബിഗ് ബോസ് സീസൺ 7 ഒഫീഷ്യൽ വിഷം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന മസ്താനിയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഈ സീസണിലെ ഏറ്റവും വലിയ വിഷം, അല്ലെങ്കിൽ എല്ലാവരെയും തമ്മിൽ തല്ലിച്ച് ഗെയിം കളിക്കാൻ വേണ്ടി പോകുന്ന, ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ മസ്താനിയെ നമ്പിയവൻ ഊമ്പും എന്നുള്ള രീതിയിലാണ് മസ്താനിയുടെ ഗെയിം ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എത്ര നാൾ കാണും എന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മസ്താനി ഓൾറെഡി പുറത്ത് എങ്ങനെയായിരുന്നു, ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്ന പല കോപ്രായങ്ങളും ഉടായ്പകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡബിൾ സ്റ്റാൻഡുകൾ, അല്ലെങ്കിൽ വളരെ കുലിച്ചു നിറഞ്ഞ ചോദ്യങ്ങൾ, ഒന്നും അറിയാത്ത മണ്ടിയെ പോലുള്ള അഭിനയങ്ങൾ, ഓവറായിട്ട് ഈ എന്താ പറയണ്ടേ, കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂവിനിടയിൽ അങ്ങ് വെതറി വെക്കും, കുറെ ക്യൂട്ട്നെസ് ഇങ്ങനെ ഛർദ്ദിച്ചങ്ങോട്ട് വെതറി വെക്കും. ഈ പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. പല ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്തും ഡബിൾ സ്റ്റാൻഡ് പരിപാടി, അതായത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് വന്ന് സംസാരിക്കുന്നത്, ഡബിൾ സ്റ്റാൻഡ് സംസാരിക്കുന്നതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇന്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ ബിഗ് ബോസ് മൊത്തം കാണുകയും ഇവർക്ക് കുറേ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആൾക്കാരുടെ കഥകൾ പഠിച്ചുകൊണ്ട് വരികയും ഇതെല്ലാം ബിഗ് ബോസിൽ വന്നിട്ട് അവിടെ കാണിക്കുകയും ചെയ്യും. മസ്താനിയുടെ പ്രധാനമായിട്ടും ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മസ്താനിക്ക് ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഓരോ ആൾക്കാരെ പറ്റിയും ഒരു ഇന്റർവ്യൂവർ ആയതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഡീറ്റെയിൽസ് ആയിട്ട് വന്നിട്ട് അവരെ അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥകൾ മസ്താനി അങ്ങോട്ട് ഉണ്ടാക്കും. അത് ഒന്നാമത് നമ്മൾ കണ്ടത് രേണു സുധിയുടെ അടുത്താണ്. രേണു സുധി ബിഗ് ബോസിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ, അത് ഹോസ്റ്റലിൽ താമസിച്ച കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് മസ്താനി ഇങ്ങനെ രേണു സുധിയെ ചൊറിയുകയാണ്. പക്ഷെ രേണു സുധി അവിടെ എന്തായാലും ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് രേണു സുധി നൈസായിട്ട് അതിന് സ്കിപ്പ് അടിച്ചു പോയി. ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന പേര് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ രേണുവിന് എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, രേണുവിൻ്റെ ഒരു പേര് തന്നെയാണ്. പക്ഷെ രേണു സുധി എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വിഷയം എടുത്തിടുന്നത് മസ്താനിയാണ് അതിനകത്ത് ആദ്യമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തുള്ള ഹെയ്റ്റ് മസ്താനി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് മസ്താനിയുടെ ഗെയിം ആയിരിക്കാം, പക്ഷേ മസ്താനി കുത്തിത്തിരിപ്പിലൂടെ ഗെയിം കളിക്കുള്ളൂ. അത് ഒന്നാമതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ആയുള്ളൂ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഒപ്പിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സംഭവം, മസ്താനി ഈ വൈൽഡ് കാർഡായിട്ട് കയറി വന്ന പ്രവീൺ ഉണ്ടല്ലോ, ഈ പ്രവീൺ ആര്യനുമായിട്ട് അവിടെ ഒരു ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് നേരെ മസ്താനി വന്നിട്ട് പ്രവീണെ സപ്പോർട്ട് ചെയ്യുകയും പുതപ്പിനടിയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെന്ന് പ്രവീൺ സംസാരിക്കുന്ന സമയത്ത് അതിനെ പിന്താങ്ങുന്നുണ്ട് മസ്താനി അവിടെ ഈ ഒരു സംഭവം എടുത്ത് വെക്കുന്നുണ്ട്, പുതപ്പിനടിയിലെ സംഭവം എന്ന് പറഞ്ഞിട്ട്. അതായത് മസ്താനിയുടെ എക്സ്ട്രാ ഫുട്ടേജ് ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിലൂടെ കാണിക്കുന്നുണ്ട്, മറ്റേ അനുമോൾ അങ്ങനെ ചെയ്തു, അനുമോൾ വന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ തെളിവിതാ, രാത്രി അവര് ആര്യനും ജിസയിലും ഒരുമിച്ച് കിടക്കുന്ന സമയത്തുള്ള CCTV ഫുട്ടേജ് കാണിക്കുന്നുണ്ട്. 2 ഫുട്ടേജാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന്, അനുമോൾ പോയിട്ട് തട്ടി വിളിക്കുന്ന സമയത്ത്, പുതപ്പ് മാറ്റി നോക്കുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ വരുന്നു, തൊട്ടപ്പുറത്ത് ജിസയിലുണ്ട്, അവരിങ്ങനെ ഒരുമിച്ച് അടുത്തടുത്ത് എന്തോ രഹസ്യം പറയുന്ന പോലെ നിൽക്കുകയാണ്. ഈ പുതപ്പ് മൂടിയിട്ട് കിടക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തൂടെ ലേസർ വെച്ച് അടിച്ച് കാണാനായിട്ടുള്ള കണ്ണൊന്നും എന്തായാലും അനുമോൾക്കില്ല, മസ്താനിക്കും ഇല്ല. അത് ബിഗ് ബോസ് അവിടെ അങ്ങനത്തെ സംഭവം ഫുട്ടേജ് ഏറി ചെയ്തിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ മസ്താനി പുതിയതായിട്ട് പോയി ഒളിഞ്ഞു നോക്കി കണ്ടുപിടിക്കാനായിട്ട് മസ്താനിക്ക് പറ്റൂല. അത് ഒന്നാമത്തെ ഫുട്ടേജ്. ഇനി രണ്ടാമത്തെ ഫുട്ടേജ് എന്ന് പറയുന്നത്, അനുമോള് ജയിലിലായിരുന്ന സമയത്ത്, അനീഷായിട്ട് ജയിലിലായിരുന്ന സമയത്ത് ജിസേലിന്റെ അമ്മയുടെ സഹോദരി മരിച്ചു എന്ന് ബിഗ് ബോസ് അറിയിപ്പ് കൊടുത്ത ആ ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇവർ ഒരുമിച്ച് കിടന്നിട്ട്, അതായത് ആര്യൻ വന്നിട്ട് രാത്രി സമയത്ത് 1 മണിക്ക് ശേഷം വന്ന് ജിസേലിന്റെ അടുത്ത് കിടക്കുകയും ആര്യൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഈ പുതപ്പിങ്ങനെ പുതച്ചിട്ട്, അതും പുതപ്പിങ്ങനെ പുതച്ചിട്ട് അവരിങ്ങനെ അടുത്ത് എന്തൊക്കെ ഇങ്ങനെ പുതപ്പിങ്ങനെ അനങ്ങുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഈ 2 സമയത്തും അവർ സംസാരിച്ചതാണോ അല്ലെങ്കിൽ കിസ് ചെയ്തതാണോ എന്നുള്ളത് ലോകത്ത് ആർക്കും അറിയില്ല. ബിഗ് ബോസിന് പോലും ക്യാമറയിലൂടെ ഇങ്ങനെ സൂം ചെയ്ത് പുതപ്പിനടിയിലുള്ള സാധനം കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ അനുമോൾ എങ്ങനെ ഇത് കാണുന്നേ? ജയിലിൽ കിടന്ന അനുമോൾ എന്താ തൃക്കണ്ണ് വെച്ചത് കണ്ടോ?
ബിഗ് ബോസ് ഈ സാധനം ലൈവിലല്ലാണ്ട് അല്ലെങ്കിൽ എപ്പിസോഡ് ലൈവിൽ കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരും കാണാത്ത സാധനം മസ്താനി എന്താ ചൂഴ്ന്നിറങ്ങി അതിനകത്ത് പോയിരുന്ന് കണ്ടോ? മസ്താനി പുതപ്പിനടിയിൽ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലോ, അനുമോളും പുതപ്പിനടി കിടന്നുറങ്ങുമല്ലോ. പിന്നെ ഇവൾമാർ എങ്ങനെ രണ്ടുപേരും കണ്ടത്? രണ്ടുപേരും അത് കണ്ടിട്ടില്ല. അപ്പോൾ മസ്താനി കാണാത്ത കാര്യം കണ്ടു എന്നുള്ള രീതിയിൽ പ്രവീൺ ടോക്ക് ചെയ്യുന്ന സമയത്ത് പ്രവീണ വന്ന് പിന്താങ്ങിയിട്ട് നൈസായിട്ട് ആര്യനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മസ്താനിയുടെ കുത്തിത്തിരിപ്പ് ഗെയിം രേണു സുധിന്ന് സ്റ്റാർട്ട് ചെയ്തു. രേണു സുധി പ്രൊവോക്ഡ് ആകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നേരെ എന്ത് ചെയ്തു? ആര്യനിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ആര്യനിലേക്ക് ഈ കാര്യം ഫോക്കസ് ചെയ്തിട്ട് മസ്താനി നമ്മൾ ലൈവ് മൊത്തം കാണുന്നില്ല, കാരണം 10-20 പേര് അതിനകത്തുണ്ട്. ഒരു ക്യാമറയിലെ ദൃശ്യങ്ങൾ മാത്രമാണ് അറ്റ് എ ടൈം നമ്മൾ ലൈവിൽ കാണുന്നത്. ബാക്കി ഒരുപാട് ആൾക്കാർ അപ്പുറത്തിപ്പുറത്ത് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നേ ഇല്ല. പിന്നീട് അനുമോള്, എനിക്ക് തോന്നുന്നു അഭിശ്രീ, ഷാനവാസ്, ആദിലോ, ഇവര് ആരൊക്കെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് മസ്താനി ഈ വിഷയത്തെപ്പറ്റി, ആര്യനും ജിസയിലും രാത്രി പുതപ്പിനടിയിൽ ഉറങ്ങുന്ന കാര്യത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ സംസാരിക്കുന്നുണ്ട്. മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ സംസാരിക്കുന്നത്. ഇവിടെ അനുമോൾ എന്തായാലും ഒരു കമ്പിക്കഥ പറഞ്ഞുകൊണ്ട് കുലസ്ത്രീ പരിപാടി അനുമോള് കളിക്കുള്ളൂ. അനുമോൾക്ക് അവിടെ വേറെ ഗെയിമൊന്നുമില്ല. അപ്പൊ അനുമോളുടെ വിചാരം എന്ന് പറയുന്നത് മസ്താനി പുറത്തുനിന്ന് കണ്ടുവന്ന ആളാണ്. അപ്പൊ എപ്പിസോഡിൽ ഇത് എയർ ചെയ്തിട്ട് ജിസയിലും ആര്യനും ഭയങ്കര നെഗറ്റീവായി. ഇവര് ഈ രാത്രി ഈ പുതപ്പിനടിയിൽ കിടന്ന് എന്തോ കുൽസിത പ്രവൃത്തിയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നുള്ള ധാരണ അനുമോൾക്കുണ്ട്. അതായത് ഇവരെന്തൊക്കെയോ കാണിച്ചു, ഇവർക്ക് ഭയങ്കര നെഗറ്റീവാണ്. അതുകൊണ്ട് ഈ വിഷയം ഞാനങ്ങ് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കും സപ്പോർട്ട് കിട്ടും. മസ്താനി ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് യാഥാർത്ഥ്യമാണെന്ന് ധരിച്ചുകൊണ്ടാണ് അനുമോൾ എന്ത് ചെയ്യുന്നത്? ഈ സാധനം എടുത്തങ്ങ് വെച്ച് കാച്ചുന്നത്. അതിന് പിന്നിലും പ്രവർത്തിച്ച ആള് മസ്താനി തന്നെയാണ്. മസ്താനി വന്ന അനുമോൾക്ക് എന്ത് ചെയ്തു? സ്ക്രൂ ചെയ്ത് കൊടുത്തു. അനുമോൾക്ക് മസ്താനി സ്ക്രൂ ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അനുമോൾ ഇതും വെച്ചുകൊണ്ട് ഇളകി പുറപ്പെട്ടത്. അത് അനുമോളുടെ ബാഡ് ഗെയിമാണ്, അല്ലെങ്കിൽ അനുമോളുടെ വിവരമില്ലായ്മയാണ്. ഏതോ ഒരുത്തി വന്നിട്ട് എന്തൊക്കെ കാര്യം പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് മസ്താനിയുടെ സ്വഭാവം എന്താ അനുമോൾക്ക് അറിഞ്ഞൂടെ? മസ്താനി പ്രഡിഷൻ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട ആളാണ്. മസ്താനിയുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്ന് ഇന്റർവ്യൂ കാണുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കുത്തിത്തിരിപ്പിലൂടെ ഒരു ഡേർട്ടി ഗെയിം മസ്താനി അവിടെ കളിക്കുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നീറ്റ് ഗെയിം മസ്താനി എന്തായാലും ബിഗ് ബോസിൽ കളിക്കില്ല, അത് 100% നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അപ്പൊ മസ്താനിയെ അനുമോൾ നമ്പിയിട്ട് ഇത് വിളിച്ച് പറയുമ്പോഴത്തേക്കും മസ്താനിയെ അനുമോൾ നമ്പാൻ വേണ്ടി പാടില്ലായിരുന്നു. ഇനി നമ്പിയാലും നമ്പിയില്ലെങ്കിലും അനുമോളുടെ റിയൽ ക്യാരക്ടറാണ് ഈ വൃത്തികെട്ട സ്വഭാവം. അതുകൊണ്ടാണ് അനുമോൾ അത് വിളിച്ച് പറഞ്ഞത്. അവിടെയും പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു വിഷക്കൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിഷ തലച്ചോർ എന്ന് പറയുന്നത് മസ്താനിയുടെ തന്നെയാണ്. ഇനി ഇത് വലിയ വിഷയമാകുന്ന സമയത്ത് എഗെയിൻ വീണ്ടും അനുമോള് ഈ കാര്യം ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോയപ്പോഴത്തേക്കും മസ്താനി വീണ്ടും വന്ന് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ കണ്ടതാ. അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴത്തേക്കും നീ കണ്ടത് ഞങ്ങളും കണ്ടതാന്ന് പറയുന്നുണ്ട്. ഈ ഞങ്ങളും കണ്ടതാന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം എന്താ? എപ്പിസോഡിൽ അത് എയർ ചെയ്തു. അപ്പൊ അനുമോൾക്ക് സ്പിരിറ്റ് അങ്ങ് കൂടുക. യെസ്, മസ്താനി കണ്ടു, മസ്താനിയെ വിശ്വസിക്കാം. മസ്താനി കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ മൊത്തം കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾ മൊത്തം ആര്യനും ജിസയിലും എതിരായിട്ട് അങ്ങ് ഇറങ്ങും. അപ്പൊ എനിക്ക് സപ്പോർട്ട് കിട്ടും. അവിടെയും മസ്താനി തന്നെയാണ് ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നത്. ഇനി അനുമോൾ ഈ സംഭവം പറയുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ ആര്യൻ അനുമോളെ തെറി വിളിക്കാനും ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. ഈ ചീത്ത വിളിക്കുന്ന സമയത്ത് മസ്താനി നൈസായിട്ട് അനുമോളെ ഇങ്ങനെ തള്ളി ഫ്രണ്ടിലേക്ക് വിടുന്നുണ്ട്. കണ്ട് കിട്ടിയാലും കുഴപ്പമില്ല, ഈ വഴക്കങ്ങ് മൂത്താ മതി. അവിടെയും അനുമോളെ പറഞ്ഞു വിടുന്ന മസ്താനി ചെയ്തത് കുത്തിത്തിരിപ്പ് പരിപാടി തന്നെയാണ്. തെറി വിളിച്ചോ ചീത്ത വിളിച്ചോ അനുമോക്ക് എന്ത് കിട്ടിയാലും മസ്താനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മസ്താനി ഉദ്ദേശിച്ച ആ വഴക്കും പരിപാടി അവിടെ അങ്ങ് നടക്കണം. ഡേർട്ടി ഗെയിം, ഞാൻ പറഞ്ഞല്ലോ, വൃത്തികെട്ട ഉളുപ്പില്ലാത്ത ഗെയിം ഇവർക്ക് പറ്റുള്ളൂ. നല്ല ഗെയിമൊന്നും മസ്താനിക്ക് അവിടെ കളിക്കാൻ പറ്റൂല മക്കളെ. മസ്താനി അവിടെ കളിക്കില്ല. ഇത് തിരിച്ചറിയുന്നത് തുടക്കത്തിലേ തിരിച്ചറിഞ്ഞ് ഈ വിഷസാധനത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. ഇവിടം കൊണ്ടും തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വസ്ത്രധാരണത്തെ പറ്റി അനുമോളുടെ അടുത്ത് ഈ ജിസയിലെ വസ്ത്രധാരണത്തെ പറ്റിയും കുത്തിത്തിരിപ്പ് പറഞ്ഞ് ഇളക്കി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലത്തെ രാത്രിയിലത്തെ എപ്പിസോഡിൽ ആദില അനുമോളുടെ അടുത്ത് ഈ വസ്ത്രധാരണത്തെ പറ്റി അപ്പോഴും മസ്താനി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതും മസ്താനി പുറത്തു നല്ല നീറ്റ് ആയിട്ടുള്ള വസ്ത്രം മാത്രമാണല്ലോ ധരിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് മസ്താനി ഏതൊരു വെബ്സൈറ്റിൽ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റും. അതൊട്ടും മറ്റേ ഈ നേരിയതും നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ട് മറ്റേ പുതപ്പ് മൂടിക്കൊണ്ടായിരിക്കുമല്ലോ അങ്ങനത്തെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത്. അതുകൊണ്ടായിരിക്കുമല്ലോ സബ്സ്ക്രിപ്ഷനിലൂടെ ആ ഫോട്ടോസ് കാണാൻ പറ്റുന്നു. പൈസ വാങ്ങിച്ച് മാത്രം ഫോട്ടോസ് കാണാൻ വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നുള്ള രീതിയിൽ മസ്താനി ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മസ്താനിയാണ് ബിഗ് ബോസിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെ ഡയലോഗ് അടിക്കുന്നത്. എന്തോന്നടേ ഇത്, ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാണ് ഇവിടുന്ന് കയറിപ്പോയത് നന്നായിട്ടറിയാം. പക്ഷേ അതിനകത്ത് ചെന്ന് കളിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു മര്യാദയും മാന്യതയൊക്കെ വേണ്ടേടേ. അതും കുത്തിരിപ്പുണ്ടാക്കിയത് ആര് തന്നെയാണ്? ഈ മസ്താനി തന്നെയാണ്. അവിടെ കൊണ്ട് തീർന്നിട്ടേ ഇല്ല. രാത്രി അനുമോളടുത്ത് വന്നിട്ട് ശൈത്യയുടെ കാര്യത്തിലും കുത്തിരിപ്പുണ്ടാക്കുന്നുണ്ട്. ശൈത്യയാണ് ഇത്ര നാൾ അനുമോളെ സപ്പോർട്ട് ചെയ്തത്. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ട് കണ്ടിട്ടുണ്ടാവും. മേ ബി അനുമോൾ കാണിച്ചത്ര വൃത്തികേട് എന്തായാലും ശൈത്യ ഹൗസിൽ കാണിച്ചിട്ടില്ല. അവിടെ മസ്താനി വന്നിട്ട് ഇന്നേം തുടങ്ങിയതല്ല, നിന്നെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യാനായിട്ട് പണ്ടേ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് മസ്താനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മസ്താനിയുടെ ഒറ്റ എപ്പിസോഡിൽ കണ്ട ബാക്ക് സ്റ്റാപ്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒറ്റ എപ്പിസോഡിൽ ഒരു 4-5 കുത്തിത്തിരിപ്പ് മസ്താനി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, മസ്താനിയെ പോലെ ഒരാള്
ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു വിഷം അവിടെ ബിഗ് ബോസ് ഹൗസിൽ 10-15 ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആ ഹൗസിലെ എല്ലാവരെയും ഈസി ആയിട്ട് തമ്മി തല്ലിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ആ ഹൗസ് മേറ്റ്സ് ഇത് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, ബിഗ് ബോസ് ഹൗസിൽ മസ്താനി കാരണം വലിയ 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 അടികളും പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ അടികൾ എന്ന് പറയുന്നത് ആർക്കും ഉപകാരം ഉണ്ടാക്കുന്ന അടികളായിരിക്കത്തില്ല. തമ്മി തല്ലി ഒരു ക്വാളിറ്റി കണ്ടന്റും ഇല്ലാതെ വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ട ഗെയിം കളിച്ചുകൊണ്ട്, അതായത് പേഴ്സണലി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ, അവരുടെ ഫാമിലി എഫക്ട് ചെയ്യുന്ന രീതിയിൽ, പുറത്തിറങ്ങിയാലും അവരെ ബാധിക്കുന്ന രീതിയിൽ, അവരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും മസ്താനി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കി വെക്കും. മസ്താനിയെ ഒറ്റ എപ്പിസോഡ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, മസ്താനിയെ പോലുള്ള ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നല്ല ഗെയിമും നമുക്ക് കിട്ടൂല. കുറെ ആൾക്കാരുടെ വ്യക്തി ജീവിതങ്ങൾ അവിടെ നശിച്ച് കിട്ടുകയും ചെയ്യും. അത്രയും വലിയ വിഷം ഒറ്റ എപ്പിസോഡിൽ മസ്താനി ഇങ്ങനെ ചീറ്റിത്തുപ്പി വെക്കുന്നുണ്ട്. ബാക്കി വിഷങ്ങളും ബാക്കി ചീറ്റിത്തുപ്പുകളും നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം. പ്രത്യേകിച്ച് ആ ഡെമോൺസ്ട്രേഷൻ, പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് എന്താണ് പുതപ്പ് മസ്താനി എന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനായിട്ടില്ല. എന്തായാലും ഈ കുത്തിത്തിരിപ്പ് ഗെയിമുമായിട്ട് ഇനിയും മസ്താനി മുന്നോട്ട് പോകും. മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാണാം.